അമ്മ അവൾക്ക് സർപ്രൈസായി ഒരു ലാപ്ടോപ്പ് വാങ്ങി വെച്ചിരുന്നു. അത് കണ്ട് അവൾക്ക് നല്ല സന്തോഷമായി. ഈ ലാപ്ടോപ്പ് വാങ്ങാൻ എവിടെ നിന്നാണ് അമ്മ ക്യാഷ് കിട്ടിയത്? കടം വാങ്ങിയതാണോ എന്ന് ചോദിച്ചു. അതൊന്നും വലിയ കാര്യമല്ല, നീ സിംഗർ ആകണമെന്ന് നിനക്ക് വലിയ ആഗ്രഹമില്ലേ? ഉറപ്പായി നിനക്ക് ലാപ്ടോപ്പ് യൂസ് ആകുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വാങ്ങിയതെന്ന് പറഞ്ഞു. ഈ പെണ്ണും ഡെയിലി അതിൽ തന്നെയാണ്. ഓരോ ഫിൽട്ടർ ഇട്ട് മുത്തശ്ശിയുടെ വായിൽ നിന്ന് തീ വരുന്ന പോലെയൊക്കെ ആക്കി. രാത്രി ഇരുന്ന് പ്രേതപ്പടം കാണുന്നു. അതിൽ മുത്തശ്ശിയും ബാക്കിൽ നിന്ന് വന്ന് അവരെ പേടിപ്പിക്കുന്നൊക്കെയുണ്ട്. അതിൽ നോക്കി ഡാൻസ് കളിക്കാൻ പഠിച്ചു. അതിനുശേഷം പാട്ട് പാടി ഫേസ്ബുക്കിൽ ഇടാൻ നോക്കിയപ്പോൾ സ്ക്രീനിൽ അവളുടെ മുഖം കണ്ടതും ഇതെങ്ങനെ അച്ഛൻ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പേടിച്ച് അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അലമാറ തുറന്ന് അതിനകത്ത് നിന്ന് ഒരു ബുർക്ക എടുത്തു കൊടുത്തു. ഇതിട്ടിട്ട് ഞാൻ പാടണോ? അമ്മയെ നിന്റെ ടാലന്റ് തെളിയിക്കാൻ നിന്റെ ഫേസ് എല്ലാവരും കാണേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പെണ്ണും ബുർക്കയിട്ട് പാട്ട് പാടി സീക്രട്ട് സിംഗർ എന്നൊരു ഫേസ്ബുക്ക് ഐഡി ഉണ്ടാക്കി അതിൽ നിന്ന് അപ്ലോഡ് ചെയ്തു. ആരെങ്കിലും കണ്ടോ കണ്ടില്ല എന്ന് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കാണ്. പക്ഷെ ഒരുത്തൻ പോലും കണ്ടില്ല. ആകെ മൂഡ് പോയി. എന്നാൽ അടുത്ത ദിവസം സ്കൂളിൽ നിന്ന് വന്ന് ചെക്ക് ചെയ്തപ്പോൾ 11,000 ആളുകൾ കണ്ടിട്ടുണ്ട്. ഇവളെ അമ്മയോട് പറഞ്ഞു. നല്ല സന്തോഷമായി. അങ്ങനെ ഇഷയുടെ അച്ഛൻ ഇപ്പൊ അയാളുടെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു. ആ പെണ്ണിന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉള്ളത് കണ്ടതും ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അമ്മയോ എന്റെ ചേട്ടൻ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണെന്ന് നുണ പറഞ്ഞു. ഇഷയ്ക്ക് എക്സാമിന് പഠിക്കണം എന്ന് പറഞ്ഞ് വീട്ടിലുള്ള എല്ലാവരും അച്ഛന്റെ കൂടെ സിനിമക്ക് പോയപ്പോൾ അവൾ ഈ കാര്യം പറഞ്ഞു പോയില്ല. ഇഷ ഈ ടൈം യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പാടാൻ തുടങ്ങി. അവളുടെ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടി. ആ പാട്ട് നല്ല രീതിയിൽ വൈറലായി.